നമ്മളെ ചെക്കന്മാരൊക്കെ നമ്മളെ പുതിയ വീട്ടിൽ പുതിയ ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോ ചെക്കന്മാർ മാത്രമല്ല, നമ്മളെ ഷെബീർക്കയുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിനെക്കാട്ടി പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ ഹോൾ എടുക്കുന്നത്. പഠിച്ചവനെ എൻ്റെ റിംഗ്ലൈറ്റൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട. പിന്നെ എൻ്റെ ചെക്കന്മാരൊക്കെ നല്ല കളിയിലാണ്. അതിൻ്റെ അടുത്ത് വെള്ളം വേണമെന്നും പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ ഓണാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണാക്കിയിട്ട് ഫ്രിഡ്ജ് എങ്ങാനും അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിക്കുന്നൊക്കെ പ്രത്യേകം പറഞ്ഞിരിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ഇവരെ കണ്ണിപ്പെടാൻ വേണ്ടി മാത്രം കയറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാട്ടാക്കുപ്പി തകര പഴയ സാധനങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. വീട് മാറി മാറി കിളി മൊത്തം പോയി കിടക്കണം. കാരണം അതായി കണ്ട ചാക്കിലൊക്കെ ഡ്രസ്സാണുള്ളത്. ഈ 10-12 ചാക്കുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ ഈ അളമാറെ കൊള്ളിക്കുന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനിതൊക്കെ മടക്കി സെറ്റാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ മടക്കി വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ല എൻജോയ് ചെയ്ത് ചെയ്യും. പക്ഷേ ഇത് കുറച്ച് മടിയുള്ള കാര്യമാണ് കേട്ടോ. പിന്നാണെന്നുണ്ടെങ്കിൽ വീട് മാറുമ്പോഴുള്ള കാര്യം പറയാൻ വേണ്ടല്ലോ. ഇക്കാണെങ്കിലും എല്ലാം പുറത്തേക്ക് പോയതാണ്. പിന്നാണെങ്കിൽ ഈ ഒരു പണിയിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയതാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ കണ്ടോന്നറിയില്ല, ഞാൻ ചെറുതായിട്ട് പാട്ടൊക്കെ പാടി വെക്കുന്നുണ്ട്. എങ്ങാനും നന്നായിട്ടുണ്ടെങ്കിൽ ഇക്കൊക്കെ എൻ്റെ ട്രൂപ്പിലേക്ക് തന്നെ എടുത്താലോ. എൻ്റെ ഗായികയെ ഞാനൊന്ന് തട്ടി നിർത്തി നോക്കട്ടെ.